ഹായ് നമസ്കാരം. ഞാനിപ്പോൾ പാലക്കാട് കോട്ട മൈതാനം ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വാട്ടിക പാർക്കിൻ്റെ ഗേറ്റ് കാണാം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് കോട്ടയ്ക്കകത്ത് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ. ഈ കോട്ടയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നൊരു തടാകമുണ്ട്. കാണുന്ന തടാകമാണ്. ആ തടാകത്തിൽ ഒരുപാട് മീനുകളും അതുപോലെ തന്നെ ആമകളൊക്കെ ഉണ്ട്. പിന്നൊരു പഴമൊഴിയുണ്ട്, ഈ തടാകം ചാടിക്കടക്കാൻ ടിപ്പുവിൻ്റെ കുതിരയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരു പഴമൊഴിയുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ടിപ്പു സുൽത്താൻ കോട്ട എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് നിർമ്മിച്ചത് ടിപ്പുവിൻ്റെ ഫാദർ ഹൈദരാലിയാണ്. ഈ ബ്രിഡ്ജിന് മേളിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ കണ്ടോ, ആമയും മീനൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ്. നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. എനിക്ക് ഈ കോട്ടയുടെ ചരിത്രമൊന്നും അധികം അറിയില്ല, എങ്കിലും കാണുന്ന ബോർഡിൽ അത്യാവശ്യം ഈ കോട്ടയെക്കുറിച്ച് നന്നായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി ചേർത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോകുമ്പോൾ ഒരു ഹനുമാൻ ക്ഷേത്രം കാണാം. കോട്ടയ്ക്കകത്ത് തന്നെയാണ് ഈ ഹനുമാൻ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇരുവശത്തും കാണുന്ന പടുകൂറ്റൻ മതിലുകൾക്കരയിൽ ഒരു വാതിൽ കാണാം. കോട്ടവാതിൽ എന്ന് തന്നെ പറയാം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ക്ഷേത്രം. ആ ഹനുമാൻ സ്വാമി ക്ഷേത്രം കഴിഞ്ഞ് വേണം നമുക്ക് കോട്ടയ്ക്കകത്ത് കയറാൻ. കോട്ടവാതിലിൻ്റെ അരികിലെത്തുമ്പോൾ തന്നെ നമുക്ക് ചന്ദനത്തിരിയുടെയും നെയ്യിൻ്റെയും സാമ്പ്രാണിയുടെയും നല്ലൊരു സ്മെല്ല് അനുഭവപ്പെടും. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഹനുമാൻ ക്ഷേത്രം കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമെന്ന്. ഒരിക്കലുമല്ല. ഹനുമാൻ ക്ഷേത്രം നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഹനുമാൻ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളത് കാണുന്ന ഗേറ്റ് വരെ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ പ്രവേശിക്കാവുന്നതാണ്. കോട്ടയ്ക്ക് അകത്തോട്ട് കടന്നു വരുമ്പോൾ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത സ്കൂൾ അസംബ്ലി ഗ്രൗണ്ടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് സ്കൂൾ അസംബ്ലി ഗ്രൗണ്ടൊന്നും അല്ല. അത് വന്നിട്ട് അതിപുരാതനമായൊരു സ്പെഷ്യൽ സബ് ജയിലാണ്. ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. ഈ കാണുന്നത് പഴയ കാലത്ത് ജയിൽ പുള്ളികളൊക്കെ കാണാൻ വരുന്ന വിസിറ്റിംഗ് കൗണ്ടറാണ് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. പക്ഷേ അകത്തൊക്കെ അട്ടപ്പട്ടെല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്. ഒന്നാമത് ഇത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഈ കാണുന്ന ജയിലിന് മുൻവശത്ത് നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അത്രയ്ക്കും നീറ്റായിട്ടാണ് അവർ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ആ കാണുന്ന പോക്കുവെള്ളി കണ്ടോ, അത് എന്ത് വെള്ളമാണെന്ന് എനിക്കും അറിയില്ല. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഇവിടെ ഗൈഡൊന്നും ഇല്ല കേട്ടോ. പഴയ കാലത്ത് ജയിൽ പുള്ളികളൊക്കെ ഇടുന്ന സെല്ലാണ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അടപടലം നിലം പരിശായിട്ടിരിക്കുക. മൊത്തത്തിൽ പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അകത്തൊക്കെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീറേയ സ്ഥിതിയാണ്. ആ കാണുന്ന പടുകൂറ്റൻ മരം കണ്ടോ, ആ മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ നിന്നും 3 മരങ്ങൾ വീണ്ടും ഉത്ഭവിച്ചിരിക്കുകയാണ് കണ്ടോ. എന്ത് രസമാണ്, അതിമനോഹരമാണ് കാഴ്ച കാണാൻ. ഇനി നമുക്ക് കോട്ടയ്ക്ക് മുകളിലെ കാഴ്ചകളൊന്ന് കണ്ടു വന്നാലോ. പണ്ടുകാലത്തുള്ള കരിങ്കൽ പടവുകളുള്ള കിണറാണ് കേട്ടോ ഇതാ കാണുന്നത്. മേളിലൂടെ നടന്നു വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ തന്നെയാണ്. അങ്ങനെ ആർഭാടമായിട്ടൊന്നും പറയാനില്ല, എങ്കിലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ കാണുന്ന പാർക്കാണ് വാടിക പാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാട് കോട്ട മൈതാനം ടിപ്പു സുൽത്താൻ കോട്ടയ്ക്കകത്ത് കയറി വന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.